നമസ്കാരം, കൊമേഴ്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ്, NDDB. കേരള യൂണിവേഴ്സിറ്റിയുടെ എക്സാമുകളിൽ സാധാരണഗതിയിൽ ഒരു 15 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അതൊരു 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ഏരിയ ഉണ്ട്. അത് സാധാരണ 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് അതിൻ്റെ പേര് കേൾക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ, അത് ഡയറി പ്രോഡക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു സംഗതിയാണ്. എന്നുവെച്ചാൽ എങ്ങനെയാണ് ഈ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് അല്ലെങ്കിൽ NDDB നിലവിൽ വന്നത് എന്ന് വെച്ചാൽ, ഗ്രാമീണ മേഖലയുടെ ഒരു വളർച്ചയിലൂടെ മാത്രമേ എന്തുള്ളൂ, നമ്മുടെ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാകത്തുള്ളൂ, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക വികസനം ഉണ്ടാകത്തുള്ളൂ എന്നുള്ള തിരിച്ചറിവിലൂടെയാണ് യഥാർത്ഥത്തിൽ NDDB നിലവിൽ വന്നത് എന്നുള്ളതാണ്. അപ്പോൾ NDDB was created to promote, finance and support producer owned and controlled organization. അപ്പം പ്രൊഡ്യൂസർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ഓർഗനൈസേഷനുകൾക്ക് അല്ലെങ്കിൽ അത്തരം ഓർഗനൈസേഷനുകളെ പ്രൊമോട്ട് ചെയ്യാനും ഫൈനാൻസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടി നിലകൊള്ളുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് NDDB എന്ന് പറയുന്നത്. NDDB's programs and activities seek to strengthen farmer cooperatives and support national policies that are favorable to the growth of such institutions. അപ്പോൾ NDDBയുടെ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റികൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ടു സ്ട്രെങ്തൻ ഫാർമർ കോഓപ്പറേറ്റീവ്സ് ആൻഡ് സപ്പോർട്ട് നാഷണൽ പോളിസീസ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫാർമർ കോഓപ്പറേറ്റീവ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതേപോലെ തന്നെ നാഷണൽ പോളിസീസിനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് നമ്മുടെ ഒരു വളർച്ച ഉണ്ടാകത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡ്യൂറിങ് 1951 ആൻഡ് 1970, അതൊരു ചെറിയൊരു ചരിത്രമാണ് പറയുന്നത്. 1951 മുതൽ 1970 വരെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ മിൽക്ക് പ്രൊഡക്ഷൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ദിവസവും ഓരോരുത്തരും കൺസ്യൂം ചെയ്യുന്ന പാലിൻ്റെ അളവ്, മിൽക്കിൻ്റെ അളവ് അല്ലെങ്കിൽ മിൽക്കിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് 132 ഗ്രാമിൽ നിന്നും 107 ഗ്രാമിലേക്ക് താഴ്ന്നുപോയി എന്നാണ് പറയുന്നത് കേട്ടോ. 1951 മുതൽ 1970 വരെയുള്ള കാലഘട്ടം പരിഗണിച്ചാൽ ഒരാൾ ഒരു ദിവസം കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്ന 132 ഗ്രാം എന്നുള്ളതിൽ നിന്ന് അത് 107 ഗ്രാമിലേക്ക് താഴ്ന്നുപോയി എന്ന് പറയുന്നു. അപ്പോൾ ദ ക്രിയേഷൻ ഓഫ് NDDB in 1965 was a major step toward the organization of dairying on cooperative lines. എന്ന് വെച്ചാൽ അപ്പോൾ ഈ 1965 ഈ NDDB കടന്നു വന്നത്, അല്ലെങ്കിൽ NDDBയുടെ ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറി പ്രോഡക്റ്റുകളെ അല്ലെങ്കിൽ ഡയറി പ്രോഡക്റ്റുകളെ കൂടി നമ്മൾ ഏതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്? കോഓപ്പറേറ്റീവ് ലൈൻസിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു 3 ടയർ സ്ട്രക്ചറാണ് സാധാരണഗതിയിൽ. ഒരു വില്ലേജ് ലെവൽ, ഡിസ്ട്രിക്റ്റ് ലെവൽ, നാഷണൽ ലെവൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു 3 ടയർ സ്ട്രക്ചറാണുള്ളത്. അപ്പോൾ എ വില്ലേജ് ലെവൽ ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് who are normally milk producers and residents of the same village but committed to sell a portion of their surplus milk after meeting their household needs to cooperatives. എന്ന് വെച്ചാൽ വില്ലേജ് ലെവൽ ഡയറി കോഓപ്പറേറ്റീവ്സ് സൊസൈറ്റികളിൽ ആരാണ് അംഗങ്ങളായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അത് സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ നാടുകളിൽ ഉള്ള ഒരു നമ്മുടെ പാൽ സൊസൈറ്റി, മിൽക്ക് സൊസൈറ്റികൾ എന്നൊക്കെ പറയത്തില്ലേ, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ ആരാണുള്ളത്? അവിടെ തദ്ദേശീയരായിട്ടുള്ള ഈ പശു വളർത്തലുമുള്ള
പാലുൽപാദനമുള്ള വീടുകളിലെ അംഗങ്ങളാണ് അവിടുത്തെ ആരായിട്ട് വരുന്നത്, മെമ്പേഴ്സായിട്ട് വരുന്നത്. അവരുടെ വീട്ടിലെ ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാല് ഈ ഡയറിയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ കഴിയുന്ന മെമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ വില്ലേജ് ലെവൽ ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈച്ച് വില്ലേജ് കോഓപ്പറേറ്റീവ് ഹാസ് എ മിൽക്ക് കളക്ഷൻ സെൻറ്റർ which accept all milk brought by milk producers, test it and measure the fact, കണ്ടൻറ്റ് ആൻഡ് പേയ്മെൻറ്റ് മെയ്ഡ് അക്കോർഡിംഗ്ലി. എന്ന് വെച്ചാൽ ഇവർ എല്ലാ ദിവസവും എന്ത് ചെയ്യും, അവർ പാല് കൊണ്ടുവരും, ആ പാല് കളക്ട് ചെയ്ത് അതിനെ ടെസ്റ്റ് ചെയ്ത് അത് അളന്ന് അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റൊക്കെ കൃത്യമായിട്ട് നോക്കി അതിന് പേയ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നൊരു ഫെസിലിറ്റിയാണ് എന്ന് പറയുന്നത് ഈ വില്ലേജ് ലെവൽ ഡയറി കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടയറിൽ വരുന്നതെന്ന് വെച്ചാൽ ഡിസ്ട്രിക്റ്റ് യൂണിയനുകളാണ്. ഡിസ്ട്രിക്റ്റ് യൂണിയൻ ഇൻ ദ സെക്കൻഡ് ടയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് മിൽക്ക് കളക്റ്റഡ് ബൈ വില്ലേജ് കോഓപ്പറേറ്റീവ്സ്. അപ്പോൾ ഈ ഡിസ്ട്രിക്റ്റ് യൂണിയനിലുള്ള സെക്കൻഡ് ടയറിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഈ വില്ലേജ് ലെവലിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാലുകളെ എന്ത് ചെയ്യേണ്ടത്, പ്രോസസ്സ് ചെയ്യാനുള്ള കടമ ആർക്കാണ്, ഡിസ്ട്രിക്റ്റ് യൂണിയനുകൾക്കാണ്. അപ്പോൾ വില്ലേജ് ലെവലിൽ മിൽക്കിനെ എന്ത് ചെയ്തു, കളക്ട് ചെയ്ത് വെക്കുന്നു. ഡിസ്ട്രിക്റ്റ് യൂണിയനിൽ ആ കളക്ട് ചെയ്ത മിൽക്കിനെ മേടിച്ച് പ്രോസസ്സ് ചെയ്യുന്നു. ഇറ്റ് ഓൾസോ പ്രൊഡ്യൂസ് മിൽക്ക് പ്രോഡക്റ്റ് ആഫ്റ്റർ മീറ്റിംഗ് ദ ഡിമാൻഡ് ഫോർ ലിക്വിഡ് മിൽക്ക്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഈ ലിക്വിഡ് മിൽക്കിൻ്റെ ഡിമാൻഡ് നമ്മൾ മീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി മിൽക്ക് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, മിൽക്ക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി വെക്കും. അറിയാമല്ലോ, നമ്മൾ പലതരം മിൽക്ക് പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ ദീസ് യൂണിയൻസ് ഫെഡറേറ്റഡ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ഡയറി ഫെഡറേഷൻസ്. അപ്പം ഇത്തരം ഡിസ്ട്രിക്റ്റ് യൂണിയനുകൾ ഏതിലേക്കാണ് ഫെഡറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഡയറി ഫെഡറേഷനിലേക്കാണ് ഇതെന്ത് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഫെഡറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദേ ഇൻ ടേൺ മാർക്കറ്റ് ദ മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് അണ്ടർ എ കോമൺ ബോർഡ്. എന്ന് വെച്ചാൽ ഈ സംസ്ഥാന തലത്തിൽ ഈ ഡയറി അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്റ്റുകൾ ഒരു കോമൺ നെയിമിൽ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, അത് മിൽക്കും അതേപോലെ തന്നെ മിൽക്ക് പ്രോഡക്റ്റുകളും ബ്രാൻഡഡ് ആയിട്ട് വിറ്റഴിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ അത് മിൽമ പ്രോഡക്റ്റുകൾ എന്നാണ് പറയുന്നത് കേട്ടോ, മിൽമ പ്രോഡക്റ്റ്. അപ്പം മിൽമയുടെ ബ്രാൻഡിലാണ് കേരളത്തിലെ ഡയറി ഉൽപ്പന്നങ്ങളും ഡയറി പ്രോഡക്റ്റുകളും എല്ലാം എന്ത് ചെയ്തിട്ടുള്ളത്, വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ദ സ്റ്റേറ്റ് ലെവൽ ഡയറി ഫെഡറേഷൻ ഹാവ് ഫോംഡ് ദ നാഷണൽ കോ ഓപ്പറേറ്റീവ് ഡയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. എന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻസും എല്ലാം കൂടെ ചേർന്നിട്ട് എന്തുണ്ടായിട്ടുണ്ട്, ഒരു നാഷണൽ കോഓപ്പറേറ്റീവ് ഡയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ NCDFI എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ടഡ് NDDB ഇൻ 1965 അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ. അപ്പോൾ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ ആ പോർട്ട്ഫോളിയോയുടെ താഴെ ആണ് ഇന്ത്യയിൽ NDDB എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആനന്ദ് കേട്ടോ, ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് അറ്റ് ആനന്ദ് ഇൻ ഗുജറാത്ത്. But during 1987, National Dairy Development Board Act was passed to give statutory status to it. എന്ന് വെച്ചാൽ 1987 ഒരു നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. അതുവഴി ഈ ഒരു സ്ഥാപനത്തിന് ഒരു എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗുജറാത്തിൽ 1965 മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ നേതൃത്വത്തിൽ NDDB തുടങ്ങി. അത് ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം സൊസൈറ്റികളെ ആനന്ദ് പാറ്റേൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ് പറയുന്നത് കേട്ടോ, ആനന്ദ് പാറ്റേൺ സൊസൈറ്റീസ് എന്നാണ് പറയുന്നത് കേട്ടോ. അത് നമുക്കിനി പറയാനുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും ഈ ആനന്ദ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, എന്താണ് ആനന്ദ് പാറ്റേൺ എന്ന് വെച്ചാൽ ഈ ഗുജറാത്തിലെ ആനന്ദിൽ തുടങ്ങിയിട്ടുള്ള ഒരു NDDB എന്ന് പറയുന്ന സ്ഥാപനം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ പാറ്റേണിൽ തുടങ്ങുന്ന സൊസൈറ്റികളെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആനന്ദ് പാറ്റേൺ സൊസൈറ്റീസ് എന്ന് പറയാൻ കഴിയും എന്ന് പറയാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ഈ NDDBയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ അധികം ഇല്ലാത്തൊരു സംഗതിയാണത്. അപ്പോൾ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് സ്ട്രെങ്തനിങ് കോ ഓപ്പറേറ്റീവ് ബിസിനസ് എന്നുള്ളതാണ്. എന്താണ്, നമ്മുടെ കോ ഓപ്പറേറ്റീവ് ബിസിനസ്സിനെ സ്ട്രെങ്തൻ ചെയ്യുക.
രണ്ടാമത് ഇൻക്രീസിങ് മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് അറിയാമല്ലോ, പറഞ്ഞില്ലേ, നമ്മളൊരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? 1951 138 ഗ്രാമായിട്ടിരുന്നത് 1970 ആയപ്പോഴേക്കും 107 ഗ്രാമായിട്ട് താഴ്ന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പാലുൽപാദനം കൂട്ടുക എന്നുള്ള ലക്ഷ്യമാണ് വളരെ പ്രധാനമായിട്ട് ആർക്കുള്ളത്? NDDBക്ക് ഉള്ളത്. പിന്നെ എൻഹാൻസിങ് ലൈവ്ലിഹുഡ് എന്ന് വെച്ചാൽ മിൽക്ക് പ്രൊഡക്ഷൻ കൂടുമ്പോൾ ആ മിൽക്ക് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ആൾക്കാരുടെ എന്ത് കൂടും? ആൾക്കാർക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. എന്ന് വെച്ചാൽ ഈ മിൽക്ക് വിറ്റ് കിട്ടുമ്പോൾ കിട്ടുന്ന പൈസ അവരുടെ ലൈവ്ലിഹുഡിനെ എൻഹാൻസ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പറയുന്നത് നാഷണൽ സെൽഫ് സഫിഷ്യൻസി ഓഫ് മിൽക്ക് എന്ന് വെച്ചാൽ നമ്മൾ പാലിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തായിട്ട് മാറും? സ്വയം പര്യാപ്തരായി മാറും എന്ന് പറയാൻ കഴിയും. അതേപോലെ ഇംപ്രൂവിങ് ഡയറി പ്രോസസ്സിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ ഡയറി പ്രോസസ്സിങ്ങിലും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് എന്തുണ്ടാവും? ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും കാര്യത്തിൽ നമുക്ക് എന്തുണ്ടാവും? ഒരു ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ പറ്റും. അത്തരം സംഗതികളാണുള്ളത്. ദ ബോർഡ് ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് organizing dairy cooperatives on the Anand pattern throughout the country, which led to the launch of Operation Flood programs in 1970. അവിടെയാണ് സംഗതികളുടെ തുടക്കം. എന്ന് വെച്ചാൽ ദ ബോർഡ് ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓർഗനൈസിങ് ഡയറി കോഓപ്പറേറ്റീവ്സ് എന്ന് വെച്ചാൽ നമ്മുടെ NDDB എന്ന് പറയുന്ന സ്ഥാപനം രാജ്യത്താകമാനം ഡയറി കോഓപ്പറേറ്റീവ്സ് സ്ഥാപിക്കാനുള്ള ഒരു പ്രോഗ്രാം തുടങ്ങി. അപ്പോൾ ഏത് രീതിയിലുള്ള സ്ഥാപനമാണ്? ആനന്ദ് പാറ്റേൺ ത്രൂ ഔട്ട് ദ കൺട്രി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഗുജറാത്തിൽ ആനന്ദിൽ തുടങ്ങിയിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അതേ പാറ്റേണിലുള്ള സൊസൈറ്റികൾ രാജ്യത്താകമാനം തുടങ്ങാനെ കൊണ്ട് ആര് പദ്ധതിയിട്ടു? NDDB പദ്ധതിയിട്ടു. ആ പ്രോഗ്രാമിൻ്റെ പേരാണെന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ ഫ്ലഡ്. എന്ത് വിളിക്കുക? ഓപ്പറേഷൻ ഫ്ലഡ്. അത് ഓർത്ത് വെച്ചോ. അത് നമുക്ക് സാധാരണഗതിയിൽ 2 മാർക്കിനും 1 മാർക്കിനും അല്ല 4 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ത് തുടങ്ങിയത് എന്നാണ്? 1970 ഓപ്പറേഷൻ ഫ്ലഡ് തുടങ്ങിയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പറയുന്നത് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. NDDBയുടെ മാനേജ്മെൻറ്റ്. അപ്പോൾ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ബോർഡ് ഈസ് വെസ്റ്റഡ് വിത്ത് ബോർഡ് കൺസിസ്റ്റ് ഓഫ് 7 മെമ്പേഴ്സ് എന്ന് വെച്ചാൽ NDDBയുടെ മാനേജ്മെൻറ്റിൽ 7 അംഗങ്ങളാണുള്ളത്. അതിനകത്ത് ആരൊക്കെയുണ്ട്? ഒരു ചെയർമാനുണ്ട്, 3 സീനിയർ എക്സിക്യൂട്ടീവ് ഉണ്ട്, അതേപോലെ 1 ഡയറക്ടർ ആർ ടു ബി നോമിനേറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്ന ഒരംഗം, ഒരു ഡയറക്ടർ. അതേപോലെ 2 ഡയറക്ടേഴ്സ് ആർ എലക്റ്റഡ് ഫ്രം എമംഗ് ദ ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് ലെവൽ കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ലെവലുകളുണ്ടല്ലോ, സ്റ്റേറ്റ് ലെവലുള്ള മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 2 അംഗങ്ങൾ. എന്നുവെച്ചാൽ നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് ലെവൽ കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് വെച്ചാൽ മിൽമ. അതേപോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്തുണ്ട്? ഓരോ സ്റ്റേറ്റ് ലെവൽ കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഉണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ് ലെവലുകളിൽ ഉള്ള ചെയർമാൻമാരിൽ നിന്ന് 2 അംഗങ്ങളെ തിരഞ്ഞെടുക്കും. അങ്ങനെ മൊത്തത്തിൽ 7 പേരാണ് നമ്മുടെ NDDBയുടെ മാനേജ്മെൻറ്റിൽ പ്രവർത്തിക്കുന്നത്. In 1969-70, NDDB introduced a scheme for development of ഡയറി കോഓപ്പറേറ്റീവ്സ് നോൺ ആസ് ഓപ്പറേഷൻ ഫ്ലഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1969-70 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 70-ൽ NDDB ഒരു സ്കീം കൊണ്ടുവന്നു. നമ്മുടെ രാജ്യത്തുള്ള ഡയറി കോഓപ്പറേറ്റീവ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു സ്കീം കൊണ്ടുവന്നു. ആ സ്കീമിൻ്റെ പേരാണെന്ന് പറയുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ ഫ്ലഡ് 3 ഇമ്പോർട്ടൻറ്റ് ഫേസുകളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? 3 ഇമ്പോർട്ടൻറ്റ് ഫേസുകളിലായിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഓപ്പറേഷൻ ഫ്ലഡ് 1, ഓപ്പറേഷൻ ഫ്ലഡ് 2, ഓപ്പറേഷൻ ഫ്ലഡ് 3 എന്നുള്ള 3 കാലഘട്ടങ്ങളിലായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഓപ്പറേഷൻ ഫ്ലഡിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അപ്പം ലോകത്തിൽ തന്നെ ഈ ഗ്രാമീണ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വലിയ ഒരു പ്രോഗ്രാമാണ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. 1970 ഇത് തുടക്കം.
But launched in 1970, Operation Flood has helped dairy farmers direct their own development, placing control ഓഫ് ദ റിസോഴ്സസ് ദേ ക്രിയേറ്റഡ് ഇൻ ദെയർ ഓൺ ഹാൻഡ്സ്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു എന്താണ് ഒരു ഡയറക്ഷനിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. ദ ബെഡ് റോക്ക് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് ഹാസ് ബീൻ വില്ലേജ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ്സ്. എന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ എന്താണ് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏത് അടിസ്ഥാനമാക്കിയാണ് ഈ ഓപ്പറേഷൻ ഫ്ലഡ് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് വില്ലേജ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ്സ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ 3 ടയർ സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഏറ്റവും ആദ്യം പറഞ്ഞതാണ് വില്ലേജ് ലെവൽ കോഓപ്പറേറ്റീവ്സ്, മിൽക്ക് മാർക്കറ്റേഴ്സിൻ്റെ കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെയാണ് ഈ എന്ത് ചെയ്യുന്നത്, ഈ പാല് ഉൽപ്പാദകർ നേരിട്ട് പാലെത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവരാണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ ബെഡ് റോക്ക് എന്ന് പറയുന്നത്. ഇനി ഫേസ് 1 എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ഫേസ് 1 എന്ന് പറയുന്നത് 1970 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിലാണ് പറയുന്നത്. അപ്പോൾ 70-80 കാലഘട്ടത്തിലാണ്. ഫേസ് 2 എന്ന് പറയുന്നത് 1981-85 കാലഘട്ടങ്ങളിലാണ്. ഫേസ് 3 എന്ന് പറയുന്നത് 85-96 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ഈ 3 കാലഘട്ടങ്ങളിലായിട്ട് നമ്മുടെ രാജ്യത്തെ മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനുകളുടെ വളർച്ചയ്ക്കായിട്ട് തുടങ്ങിയ പ്രോഗ്രാമുകളാണ് ഏതെന്ന് പറയുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഇൻക്രീസ് മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താ, ഇവിടെ പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതാണ് ഈ ഫ്ലഡ് ഓഫ് മിൽക്ക്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് വെച്ചാൽ ആ ഫ്ലഡ് എന്ന് പറയുന്ന വാക്ക് അവിടെ നിന്നാണ് വരുന്നത് കേട്ടോ. അതേപോലെ എന്താണ് ഓഗുമെൻ്റ് റൂറൽ ഇൻകം എന്ന് വെച്ചാൽ എന്താണ്, ഗ്രാമീണ മേഖലയിലെ ഒരു വരവ് കൂട്ടുക എന്നുള്ളതാണ്. ഈ ക്യാഷിൻ്റെ ഇൻകം കൂട്ടുക. റീസണബിൾ പ്രൈസസ് ഫോർ കൺസ്യൂമേഴ്സിന് എന്ത് കൊടുക്കുക, റീസണബിൾ പ്രൈസിന് മിൽക്ക് എത്തിച്ച് കൊടുക്കുക എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അതിനുശേഷം നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സർവീസസ് പ്രൊവൈഡഡ് ബൈ NDDB ആണ്. NDDB പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണ് NDDB പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്? ഒന്ന് അനിമൽ ബ്രീഡിംഗ് ആണ്, അതേപോലെ അനിമൽ ന്യൂട്രീഷൻസ് ഉണ്ട്, പിന്നെ അനിമൽ ഹെൽത്ത് ഉണ്ട്, കോഓപ്പറേറ്റീവ് ട്രെയിനിങ്, അതേപോലെ എൻജിനീയറിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എൻജിനീയറിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ മിൽക്ക് മാനുഫാക്ചറിങ്, മിൽക്ക് പ്രോസസ്സിങ്, അതേപോലെ മിൽക്ക് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, അത്തരം കാര്യങ്ങളിലൊക്കെ എൻജിനീയറിംഗ് ടെക്നോളജി കൂടി അഡോപ്റ്റ് ചെയ്യുന്ന പരിപാടിക്കാണ് നമ്മൾ എൻജിനീയറിംഗ് സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനമായിട്ട് പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ് ഡെവലപ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ NDDB പ്രൊവൈഡ് ചെയ്യുന്ന എന്തെന്ന് പറയുന്നത് സർവീസസ് എന്ന് പറയുന്നത്. ഇത് പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. 3 ടയർ സ്ട്രക്ചറാണ് ആനന്ദ് പാറ്റേൺ സൊസൈറ്റികൾക്ക് ഉള്ളത്. 3 ടയർ സ്ട്രക്ചറാണുള്ളത്. അതിൽ ഒന്നാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു വില്ലേജ് സൊസൈറ്റികളാണ്. വില്ലേജ് സൊസൈറ്റി അറിയാമല്ലോ. വില്ലേജ് സൊസൈറ്റി എന്ന് വെച്ചാൽ വില്ലേജ് ലെവലിൽ എന്താണ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന സൊസൈറ്റിയാണ് വില്ലേജ് സൊസൈറ്റി. അവിടെയാണ് ആളുകൾ ഉണ്ടാക്കുന്ന പാല് ആദ്യമായി എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വില്ലേജ് സൊസൈറ്റി ആ പാല് കളക്ട് ചെയ്ത പാല് ടെസ്റ്റ് ചെയ്ത് ഫാറ്റ് കണ്ടൻറ്റ് എത്രയൊക്കെ ഉണ്ടെന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് അത് കളക്ട് ചെയ്ത് വെക്കുകയും ഈ പാല് കൊണ്ടുവരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കുകയും ചെയ്യുന്നു. ഡിസ്ട്രിക്റ്റ് യൂണിയൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു, ഈ ഡിസ്ട്രിക്റ്റ് യൂണിയൻ ഈ പാല് കളക്ട് ചെയ്തിട്ട് ഫ്ലൂയിഡ് മിൽക്കിൻ്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, അതിൻ്റെ പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കുന്നു. അവിടെ അത് മാത്രമല്ല, ഈ മെമ്പേഴ്സിന്, നമ്മുടെ വില്ലേജ് ലെവൽ സൊസൈറ്റികൾക്കുള്ള മെമ്പേഴ്സിന് വേണ്ടുന്ന ഫീഡ്, ഈ ആനിമൽ ഫീഡ് എത്തിച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ വെറ്റിനറി കെയർ കൊടുക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ആ കന്നുകാലികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തി കൊടുക്കുന്നു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഡിസ്ട്രിക്റ്റ് യൂണിയൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവസാനത്തെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫെഡറേഷൻസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഫെഡറേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫോമാണ്. എന്ന് വെച്ചാൽ റെസ്പോൺസിബിൾ ഫോർ മാർക്കറ്റിംഗ് ദ ഫ്ലൂയിഡ് മിൽക്ക് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് മെമ്പർ യൂണിയൻസ്. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലൂയിഡ് മിൽക്കും അതേപോലെ തന്നെ മിൽക്ക് പ്രോഡക്റ്റുകളും എന്താക്കി വെക്കാൻ, ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റുകളാക്കി നമ്മുടെ സംസ്ഥാനത്ത് എല്ലായിടത്തും വിറ്റഴിക്കാനെ കൊണ്ടുള്ള
ഒരു യൂണിയനായിട്ടാണ് നമ്മുടെ സ്റ്റേറ്റ് ഫെഡറേഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്രയാണ് NDDB